പ്രിയമോളെ, ചേച്ചി എന്തു പറ്റി മോളെ? നീ എന്തിനാ കരയുന്നേ? പ്രിയമോളെ, നീ കരയില്ലേ? കരയില്ല മോളെ, ചേച്ചി വരാം. എല്ലാ പ്രശ്നത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഇപ്പൊ തന്നെ ചേച്ചി വരാം. വെൽക്കം ജ്യോതി. ഇങ്ങനൊരവസരം എന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇപ്പോ നീ അതിഥിയായി വന്നിരിക്കുന്നു. ഞാൻ വീട്ടുകാരനായി വരവേൽക്കാൻ നിൽക്കുന്നു. ഒന്ന് സമയം മാറി മറിഞ്ഞാൽ ആരുടെ ജീവിതത്തിലും എന്തും സംഭവിക്കുമെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? വാ, കേറി വാ. വാ ജ്യോതി, വാ, കേറി വാ. മമ്മി, അച്ഛാ. പിന്നെ ഇപ്പോ ഞാൻ ഈ വീട്ടിൽ മരുമകന്റെ സ്ഥാനത്താ. നിർത്തടാ. നിന്റെ സ്ഥാനം എന്താന്നൊക്കെ ഞാൻ തീരുമാനിക്കാം. മമ്മി, മമ്മി, അച്ഛാ. ആരാ നിന്നെ ഇതിനകത്ത് കയറ്റി അധികാരം തന്നേന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. ഞാനാ ഇവന് അധികാരം കൊടുത്തത്. മമ്മി, മമ്മി എന്തൊക്കെയാ പറയുന്നേ? ഇവനൊരു ബോൺ ക്രിമിനലാ. അതിന് നിനക്കെന്ത് വേണം? അതിന് നീ ഈ വീട്ടിൽ നിന്ന് വിവാഹം കഴിച്ചു പോയില്ലേ? എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തം നീ ഈ വീടിനോട് കാണിച്ചിട്ടുണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങൾക്ക് ഈ ഗതി വരുമായിരുന്നോ? മമ്മി, ഞാനൊന്ന് പറഞ്ഞോട്ടെ. നീ ഇനി ഒന്നും പറയണ്ട. അത്രയ്ക്ക് വിഷമം സഹിക്കാൻ വയ്യെങ്കിൽ ഭർത്താവിനോട് പറഞ്ഞ് ബാങ്കിൽ അടയ്ക്കാനുള്ള പണം അടയ്ക്ക്. മമ്മി, ആ വീട്ടിലെ എന്റെ അവസ്ഥ മമ്മിക്ക് അറിയാഞ്ഞിട്ടാ. എനിക്കൊരല്പം സമയം താ, ഞാൻ എല്ലാം ശരിയാക്കാം. സമയം വേണം പോലും. എത്ര നാളായി ഞാൻ നിന്നോട് പറയാൻ തുടങ്ങിയിട്ട്? സഹായിക്കാൻ മനസ്സുണ്ടായിരുന്നെങ്കിൽ നിന്റെ ഭർത്താവിനോട് പറഞ്ഞ് ഈ വീടിനെ രക്ഷിക്കാൻ നീ ശ്രമിച്ചേനെ. അതിനാണോ ഇവൻ ഈ വീട്ടിൽ കയറ്റി ഇത്രയും സ്വാതന്ത്ര്യം അനുവദിച്ചത്? ജ്യോതി, എനിക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനവും വേണ്ട. പക്ഷേ പ്രിയയുടെ അച്ഛനും അമ്മയും തെരുവിലേക്ക് ഇറങ്ങുന്നത് എനിക്ക് സഹിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ അവരെ സഹായിക്കാൻ വന്നത്. ഇനിയും എന്റെ സഹായം വേണ്ടെങ്കിൽ ജ്യോതി പറഞ്ഞാൽ മതി. ഞാൻ ഈ നിമിഷം പോയേക്കാം. അത് വേണ്ട. ആര് പോകണമെന്ന് ഞാൻ തീരുമാനിക്കും. മമ്മി, ഇവന്റെ ഉദ്ദേശം എന്താണെന്ന് മമ്മിക്ക് അറിയില്ല. അതൊക്കെ എനിക്കറിയാം. നീ എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ട. മമ്മി. ജ്യോതി, എനിക്ക് ഈ വീട്ടിൽ എന്തെങ്കിലും അവകാശത്തിന് വേണ്ടിയല്ല ഞാനവരെ സഹായിക്കാൻ നേട്ടത്. കേട്ടില്ലേടി അവൻ പറഞ്ഞത്? ഒരു
ബന്ധവും ഇല്ലാത്ത ഇവന് ഞങ്ങളെ സഹായിക്കണമെന്ന് തോന്നി. പക്ഷെ നിനക്കോ ഭർത്താവ് വലിയ കോടീശ്വരൻ, നീ ആ വീടിന്റെ അധികാരി. എന്നിട്ട് ഞങ്ങളെ സഹായിക്കാൻ ഒരു ചെറു വിരല് പോലും നീ അനക്കില്ല. ഞാൻ ഇന്ന് എത്ര വട്ടം നിന്നെ ഫോണിൽ വിളിച്ചു, ആ ഫോൺ ഒന്ന് എടുക്കാൻ നീ മനസ്സ് കാണിച്ചോ? മമ്മി, എല്ലാ പ്രശ്നത്തിനും നമുക്ക് സമാധാനം ഉണ്ടാക്കാം. മമ്മി ആദ്യം ഇവൻ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട. ഇവൻ കാരണം പ്രിയമോളുടെ ജീവിതം നശിക്കാൻ ഞാൻ സമ്മതിക്കില്ല. മര്യാദയ്ക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന നിനക്ക് നല്ലത്. ഇറങ്ങി പോവാൻ. മോളെ വേണ്ട. അച്ഛാ, അച്ഛന് മനസ്സിലാവും മോളുടെ വിഷമം. പക്ഷെ തൽക്കാലം ഇയാളെ ഇറക്കിവിടാൻ ഞങ്ങൾക്ക് കഴിയില്ല. വേറെ വഴിയില്ല. തൽക്കാലം ഈ സഹായം സ്വീകരിച്ചേ പറ്റൂ. നിന്റെ വിഷമം അച്ഛൻ അറിയാം. അച്ഛൻ നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല. അങ്ങനെ സംഭവിച്ചു പോയി മോളെ. ചേച്ചി, ചേച്ചി ഒന്ന് വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ദേ, നീ ഇനി ഒന്നും പറയണ്ട. കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ ഇവിടെ ഞങ്ങളുണ്ട്. എന്റെ ചേച്ചിയോട് സംസാരിക്കാൻ എനിക്ക് അമ്മയുടെ അനുവാദം ആവശ്യമില്ല. വാ ചേച്ചി. ക്ഷമിക്കണം, ജ്യോതി എന്നെ തെറ്റിദ്ധരിച്ച് സംസാരിക്കുന്നത്. എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നൊരു സഹായം ഞാൻ അത്രേ കരുതിയിട്ടുള്ളൂ. അതും വെറുതെ അല്ലല്ലോ, നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ തന്നെ ജാമ്യത്തിലല്ലേ. ഞാൻ വെറും ഒരു ഇടനിലക്കാരൻ, അത്രേ ഉള്ളൂ. മോനിപ്പോ പോ. അവളുടെ സങ്കടം എന്താണെന്ന് എനിക്കറിയാം. എനിക്കും അതറിയാം. അമരാവതിയിലെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മറ്റാരേക്കാളും എനിക്കറിയാം. എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഞാൻ സഹായിക്കുന്നതിന്റെ പേരിൽ നിങ്ങളുടെ കുടുംബത്തിനകത്ത് അതൊരു പ്രശ്നമായിട്ട് മാറരുത്. ജ്യോതി ഈ വീട്ടിലെ മൂത്ത മകളാ. അതിന്റെ അവകാശവും അധികാരവും ജ്യോതിക്കുണ്ട്. എന്ത് വേണമെന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ചേച്ചി എങ്ങനെയെങ്കിലും ഇത് തടഞ്ഞേ പറ്റൂ. അവൻ എല്ലാവരെയും ട്രാപ്പിലാക്കാനുള്ള പദ്ധതിയായത്. എനിക്കറിയാം. പക്ഷെ അച്ഛൻ പോലും ഇങ്ങനെ നിസ്സഹായനായി നിൽക്കുമ്പോ ഞാൻ എന്ത് പറയും? എങ്ങനെയെങ്കിലും DKയോട് പറഞ്ഞ് ചേച്ചി ഈ കടം തീർക്കാനുള്ള ഏർപ്പാടുണ്ടാക്കണം. അല്ലെങ്കിൽ ഈ ദുഷ്ടന്റെ മുൻപില് നമ്മളെല്ലാരും തല കുനിച്ച് നിൽക്കേണ്ടി വരും. DKയോട് പറഞ്ഞ ഈ കടം അയാൾ നിസ്സാരമായി തീർക്കും. പക്ഷെ പിന്നീട് അതൊരു ബാധ്യതയായി മാറും. അയാളുടെ കാൽക്കീഴിൽ ചവിട്ടി അരയ്ക്കപ്പെടും എന്റെ ജീവിതം. അത് പാടില്ല. അയാളുമായി ഒരു കടപ്പാടിന്റെ ആവശ്യം എനിക്കില്ല. ഇന്നല്ലെങ്കിൽ നാളെ ആ വീട്ടിൽ നിന്ന് എല്ലാം ഉപേക്ഷിച്ചിറങ്ങി പോരേണ്ടവള ഞാൻ.
ചേച്ചി എന്താ ആലോചിക്കുന്നേ? അയാളെ സഹായിക്കില്ലേ നമ്മളെ? സഹായിക്കും. പക്ഷെ എങ്ങനെ ചോദിക്കൂന്നോ? അത് മാത്രല്ല, DK എന്തോ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി പോയിരിക്കുവാ. ചിലപ്പോ 2 ദിവസം കഴിഞ്ഞേ വരും. ചേച്ചി എന്താ ഇങ്ങനെ ഒഴിഞ്ഞു മാറി സംസാരിക്കുന്നേ? ഈ വീട് നഷ്ടപ്പെടുന്നതില് ചേച്ചിക്ക് ഒരു സങ്കടവും ഇല്ലേ? പ്രിയമോളെ, എന്റെ ധർമ്മസങ്കടം ഞാൻ ആരോട് പറയും? സഹായിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എങ്ങനെ? ചേച്ചി, അവിനാശ് പണം കൊടുത്ത് സഹായിച്ച നാളെ അവനെ വീട്ടിൽ അധികാരത്തോടെ പെരുമാറും. ചിലപ്പോ എനിക്ക് അവന്റെ 2ാം ഭാര്യ ആകേണ്ടിയും വരും. അമ്മയുടെ മനസ്സിലെ ഉദ്ദേശം അത് തന്നെയാ. അങ്ങനെ വല്ലോ സംഭവിച്ച പിന്നെ എന്നെ കുറ്റപ്പെടുത്തരുത്. നീ വിഷമിക്കാതിരിക്ക. DK തിരിച്ചു വരട്ടെ. ഞാൻ DKയോട് സംസാരിക്കാം. എത്ര നാണം കെട്ടിട്ടായാലും DKയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി ഞാൻ ഈ കടം തീർക്കാം. എന്ത് സംഭവിച്ചാലും അവന്റെ 2ാം ഭാര്യയാവാൻ എന്നെ ഞാൻ അനുവദിക്കില്ല. മോളെ വേണ്ട. ഇയാളെ ഇറക്കിവിടാൻ ഞങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ എന്തിനാ മനുഷ്യ ഇങ്ങനെ കൂനി കൂടിയിരിക്കുന്നത്? ഇവിടെ ആരെങ്കിലും ചത്തോ? ദേ, നമ്മളെ സഹായിക്കാനായി വേറെ ആരും ഇനി വരാൻ പോകുന്നില്ല. നിങ്ങളുടെ മകൾ ഒരു പാഴ് വസ്തുവാ. അവളെ കൊണ്ട് ഒരു പ്രയോജനവും നമുക്കുമില്ല, ഈ വീടിനുമില്ല. അവളെ നീ ഇങ്ങനെ ചീത്ത പറയേണ്ട ഒരു കാര്യമില്ല. അവളുടെ തെറ്റുകൊണ്ടല്ലോ ഇങ്ങനൊന്നും സംഭവിച്ചത്. അമരാവതി പോലൊരു വീട്ടിലെ മരുമകളാണെങ്കിലും അവൾക്ക് ചില കാര്യങ്ങളിലെങ്കിലും നമ്മളെ സഹായിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. കെട്ടിക്കേറി ചെല്ലുന്ന പെണ്ണിനെ ഏത് വീടും സ്വന്തം വീട് തന്നെയാ. അവിടെ ഉള്ളതെല്ലാം തന്റെ വീട്ടുകാർക്ക് കൂടി പ്രയോജനപ്പെടുത്താൻ അവൾക്ക് കഴിയണം. മണ്ടത്തരങ്ങൾ കാണിച്ചു കൂട്ടാനല്ലാതെ മറ്റൊന്നും നിങ്ങളുടെ മോൾക്ക് കഴിയില്ല. അശാലതേ, നിന്റെ മനസ്സിലിരിപ്പ് കൊള്ളാം. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. നീ അല്ല അവളെ പ്രസവിച്ചത്. അല്ലെങ്കിലോ അത് അങ്ങനെയല്ലേ വരൂ. എത്ര പുന്നാരിച്ചു വളർത്തിയാലും 2ാം അമ്മയ്ക്ക് എന്നും കഞ്ഞി കുമ്പിളിൽ തന്നെയാ. അവളുടെ കുറ്റം എന്റെ ദേഹത്ത് ചാരിയാലുണ്ടല്ലോ, എന്റെ സ്വഭാവം മാറും. ദേ, ഒരു കാര്യം, ഒരാപത്ത് വന്നപ്പോ സഹായിക്കാൻ ആ അവിനാശ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ വീട്ടിൽ അവൻ ഇനി ഇടയ്ക്കിടയ്ക്ക് വന്നെന്നിരിക്കും. ഇനി ഇതിനകത്ത് വെച്ച് മേലിൽ അവനോട് ചാടിക്കടിക്കാൻ ചെല്ലരുതെന്ന് മോളോടൊന്ന് പറഞ്ഞേക്കണം. ആപത്ത് വരുമ്പോ സഹായിക്കുന്നത് പല വിധത്തിലാ. ചിലര് സിമ്പതി കൊണ്ട് സഹായിക്കും, മറ്റു ചിലര് ഉള്ളിൽ ചില കണക്കുകൂട്ടലുകൾ വെച്ചുകൊണ്ട് സഹായിക്കും. ഇതിലേത് കൂട്ടത്തിലാ ഈ പറഞ്ഞ അവിനാശ്? എന്റെ മരുമകന്റെ ഒരു ബന്ധു, അതിലുപരി ഒരു പോലീസ് ഓഫീസർ. ഈ കഥകളൊക്കെ എനിക്കും അറിയാം. പക്ഷേ നമ്മൾ അറിയുന്ന കഥകൾക്കൊക്കെ പിന്നിൽ ഓരോരുത്തർക്കും മറ്റു ചില മുഖങ്ങൾ കൂടി ഉണ്ടാകും. അങ്ങനെ ഒരു മുഖം ഈ അവിനാശിനുണ്ടോ? ഒന്ന് പോ മനുഷ്യ. നിങ്ങൾ അങ്ങനെ ഒരുപാട് മുഖങ്ങളൊന്നും അന്വേഷിച്ച് പോവണ്ട. കിട്ടുന്ന സഹായം സ്വീകരിക്കുക, അത്രയേ ഉള്ളൂ. സഹായം സ്വീകരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ ആ സഹായത്തില് മുങ്ങിച്ചാവേണ്ടി വരരുത്. എനിക്കത്രേ പറയാനുള്ളൂ. നിർത്തണി നിന്റെ ഉപദേശം. ഉപദേശിക്കാൻ പ്രത്യേകിച്ച് ചെലവൊന്നും വേണ്ടല്ലോ. ഈ വീട്ടിൽ വളർന്നവളല്ലേ നീയും. ഇതങ്ങ് വിട്ടുപോട്ടേന്നാണോ നിന്റെ വിചാരം?
മമ്മി, സഹായിക്കാൻ പറ്റില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. എങ്ങനെ സഹായിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. എന്നാലും എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്യും. മമ്മി അച്ഛനും ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കുക. എടുത്തു ചാടി ആരെടുത്തെന്നും സഹായം കൈ നീട്ടി വാങ്ങിക്കാൻ നിൽക്കരുതെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. നീ അധികം വിസ്തരിക്കണ്ട. വലിയ വീട്ടിലെ മരുമകളായപ്പോ നീ കഴിഞ്ഞതൊക്കെ അങ്ങ് മറന്നു. ഞങ്ങളെല്ലാം മറന്നു. മമ്മി, ദൈവത്തെ ഓർത്ത് ഇങ്ങനെയൊന്നും പറയരുത്. എനിക്കത് സഹിക്കാനാവില്ല. ഈ കുടുംബത്തിന് വേണ്ടിയിട്ടാ ഞാൻ ജീവിക്കുന്നത് തന്നെ. ആണോ? എന്നാ പിന്നെ ആ 25 ലക്ഷം നാളെ തന്നെ കൊണ്ടുചെന്ന് ബാങ്കിൽ അടച്ച് നീ ഞങ്ങളെ രക്ഷിക്ക്. കാണട്ടെ നിന്റെ കുടുംബസ്നേഹം. നിന്ന് വർത്താനം പറഞ്ഞ് സമയം കളയാതെ ഇറങ്ങിപ്പോയ്ക്കോ. അച്ഛനെങ്കിലും എന്നെ തെറ്റിദ്ധരിക്കരുത്. അങ്ങേർക്ക് ശരിയായിട്ടുള്ള ധാരണയേ ഇല്ല. പിന്നെ ആ തെറ്റിദ്ധാരണ. ഇറങ്ങിപ്പോടി. മോളെ, അച്ഛൻ നിസ്സഹായന. കൈയും കാലും കെട്ടി വരിഞ്ഞതുപോലെ. മോള് വയ്ക്കോ, എല്ലാം ഇതുപോലെ നടക്കും. ഒന്ന് നിന്നേ. ഇപ്പോ നിനക്കെന്ത് മനസ്സിലായി? അവിനാശ് ഒരു കാര്യം തീരുമാനിച്ച അത് നടത്തിയെടുത്തിട്ടേ പിന്മാറും. നിന്റെ അനിയത്തി എന്റെ കൈ തന്നെ വരും. നിങ്ങളുടെ എല്ലാവരുടെയും കൺമുമ്പിൽ വെച്ച് തന്നെ ഞാൻ അവളെ സ്വന്തമാക്കും. ജ്യോതി, നീ എത്ര വിചാരിച്ചാലും ഞങ്ങളുടെ വിവാഹം തടയാൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ബന്ധത്തിന് ഇടങ്കോലിടാൻ ദയവ് ചെയ്ത് നീ വരരുത്. ഇതിനുള്ള മറുപടി നിനക്ക് വാക്കുകൊണ്ടല്ല, ഈ കൈ കൊണ്ടാ തരേണ്ടെന്ന് എനിക്കറിയാഞ്ഞിട്ടല്ല. ഇവിടെ വെച്ച് ഞാനത് ചെയ്യാത്തത് നിന്നെ ഭയന്നിട്ടുമല്ല. ഒരു പെൺകുട്ടിയുടെ ജീവിതമായിപ്പോയി. നാലാളറിഞ്ഞ നാണക്കേടാവുന്നത് പെൺകുട്ടിക്കാണല്ലോ. പ്രിയയെ എന്നിൽ നിന്ന് അകറ്റാൻ നീ കളിക്കുന്ന കളിയൊക്കെ എനിക്കറിയാം. പക്ഷേ ഒന്ന് നീ ഓർത്തോ, ഇപ്പോ അവൾ എന്നോട് കാണിക്കുന്ന ഈ ദേഷ്യവും ഇഷ്ടക്കേടും ഒക്കെ താൽക്കാലികം മാത്രമാ. പിന്നെ നിന്റെ വീട്ടുകാര്, അവർക്ക് ഞാനിപ്പോ രക്ഷകനാ. ആപത്ത് കാലത്ത് സഹായിക്കാൻ വന്ന ഈ രക്ഷകനെ അവർക്ക് വിശ്വാസമാണ്. താനൊരു മനുഷ്യനാണോടോ? എഴുന്നേക്കം വയ്യാതെ കട്ടിൽ കിടക്കുന്ന
തന്റെ ഭാര്യ എന്ന ആ പാവത്തിനെ കുറിച്ച് താൻ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അവള് കിടക്കേന്ന് ഒരു ദിവസം എഴുന്നേക്കും. താൻ നോക്കിക്കോ, അന്ന് തീരും തന്റെ എല്ലാ കളികളും. അവളെ മുന്നിൽ നിർത്തി നീ എന്നോട് യുദ്ധത്തിന് വരാമെന്ന് കരുതല്ലേ ജ്യോതി. അവൾ ഇനി ജീവിതത്തിൽ ഒരിക്കലും ആ കിടപ്പിന്ന് എഴുന്നേക്കില്ല, സംസാരിക്കാനും പോണില്ല. ആര് പറഞ്ഞു നിന്നോട്